പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത L2 എമ്പുരാൻ എന്ന് പറഞ്ഞാൽ ലൂസിഫർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമയുടെ രണ്ടാം ഭാഗം എന്നർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത്. ലൂസിഫർ ഒരു പൂർണ്ണ രാഷ്ട്രീയ സിനിമയായിരുന്നു. അതിലും കേരള രാഷ്ട്രീയം നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി മരിച്ചെടുത്ത് നിന്നാണ് ലൂസിഫർ ആരംഭിക്കുന്നത്. അതിൻ്റെ പിന്നിലെ ചുരുളുകൾ അഴിയുന്നതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മിക്കവാറും ആളുകൾ അത് കണ്ടിരിക്കും. അതിൻ്റെ രണ്ടാം ഭാഗമായ ഈ എമ്പുരാൻ ഇത് ഇറങ്ങുമ്പോൾ മുതൽ തന്നെ ഇതിനെതിരെ അതിശക്തമായ ചില വിവാദങ്ങൾ ചിലർ ഉയർത്തിയിരുന്നു. തീർച്ചയായും നമുക്ക് രാഷ്ട്രീയ സിനിമകളിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ഏറ്റവും പ്രസിദ്ധമായ സത്യൻ അന്തിക്കാടിൻ്റെ സന്ദേശം എന്ന സിനിമ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ അങ്ങേയറ്റം കളിയാക്കുന്നതാണ്. ഒരു സംശയമില്ല, അത് കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒരുപാട് കളിയാക്കുന്നുണ്ട്. പക്ഷേ ആ സിനിമ കേരളം നിറ കയ്യടിയോടെ സ്വീകരിച്ചത്. ആരും അതിനെ എതിർത്തില്ല. കോൺഗ്രസ്സുകാരും എതിർത്തില്ല, CPM-കാരും എതിർത്തില്ല, ആരും എതിർത്തില്ല. നമ്മളൊക്കെ അത് കണ്ട് ചിരിച്ചു. ഒരുപക്ഷെ കാലഘട്ടത്തിന്റെ വ്യത്യാസമാവാം. ഇപ്പൊ ഏതാണ്ട് 3 പതിറ്റാണ്ട് പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ എമ്പുരാൻ എന്ന സിനിമ വരുമ്പോൾ ആർക്കാണ് ഇത്ര വല്ലാതെ കുരുപൊട്ടുന്നത് എന്നതാണ് ചോദ്യം. എന്താണ് എമ്പുരാൻ സിനിമയിൽ ഇവർക്ക് വിരുദ്ധമായുള്ളത്? ഞാൻ ആ സിനിമയുടെ കണ്ടന്റിനെ കുറിച്ച് രണ്ടാമത് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഇപ്പൊ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകന്റെ നേരെയാണ് വാളൂന്നി വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംവിധായകൻ മാത്രമാണോ സിനിമ? സംവിധായകന്റെ കലയാണ് സിനിമ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെയോ അരവിന്ദന്റെയോ പോലുള്ള ഒരു സംവിധായകനല്ല പൃഥ്വിരാജ് സുകുമാരൻ. പ്രത്യേകമായി തിരക്കഥ എഴുതിയിട്ടുണ്ട്. തിരക്കഥ എഴുതിയത് മുരളി ഗോപിയാണ്. ലെഫ്റ്റ് റൈറ്റിനും ലൂസിഫറിനും ഒക്കെ തിരക്കഥ എഴുതിയ ആളാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ വലിയ രാഷ്ട്രീയ സിനിമയാണ്. അത് ഒരുപക്ഷെ കേരളത്തിലെ ഇപ്പോഴുള്ള മുഖ്യമന്ത്രിയെ പോലും വിമർശിക്കുന്ന തരത്തിലുള്ള ഇടതുപക്ഷത്തെ അതിനിശിതമായി വിമർശിക്കുന്ന ഒരു സിനിമയായിരുന്നു. അതിനെതിരെ ഇടതുപക്ഷക്കാർ ചില പ്രതിഷേധങ്ങളൊക്കെ പറഞ്ഞു. അത് സാരമില്ല. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിലെ കണ്ടന്റിനോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഇതിലെ കണ്ടന്റിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയാം. അതിൽ ഹിസ്റ്റോറിക്കൽ എറർ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണെങ്കിൽ ഇപ്പൊ ചാവ എന്ന് പറയുന്ന ഒരു സിനിമ ആണല്ലോ ഔറംഗസീബിന്റെ അദ്ദേഹത്തിന്റെ ശവകുടീരം തല്ലിപ്പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ നാഗ്പൂരിൽ ഇറങ്ങിയത്. അതിൽ വസ്തുതാപരമായ തെറ്റുണ്ടെങ്കിൽ അത് സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് സമ്മതിക്കണം. വസ്തുതാപരമായ എററുണ്ട്. പക്ഷെ അത് വസ്തുതാപരമായ എറർ ഉണ്ട് എന്ന് സംവിധായകൻ തന്നെ സമ്മതിച്ച സിനിമയാണ് ചാവ. അതിനുശേഷവും അവിടെ ഔറംഗസീബിന്റെ ഇത് തല്ലിപ്പൊളിക്കണം എന്ന് അവിടുത്തെ മുഖ്യമന്ത്രി പോലും പറയുന്ന തരത്തിൽ നമ്മൾ കണ്ടു. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ആദ്യത്തെ ചോദ്യം പൃഥ്വിരാജ് മാത്രമാണോ കുറ്റക്കാരൻ എന്നുള്ളതാണ്. തിരക്കഥാകൃത്ത് മുരളി ഗോപി ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് രാഷ്ട്രീയ നിലപാടുകളുള്ള രാഷ്ട്രീയ തിരക്കഥകൾ എഴുതിയിട്ടുള്ള ആളാണ് മുരളി ഗോപി. കൃത്യമായി രാഷ്ട്രീയം പല കാര്യങ്ങളിലും പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ട്. മോഹൻലാൽ പരസ്യമായി അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം പറയുന്ന ആളല്ല. ഇത് നിർമ്മിച്ചാൽ ഗോകുലം ഗോപാലനും അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരും ഇത് കൃത്യമായ വലിയൊരു രാഷ്ട്രീയ ഏതെങ്കിലും ഭാഗത്ത് നിൽക്കുന്ന ആളല്ല. ഈ സിനിമ ഇപ്പോൾ പൃഥ്വിരാജ് മാത്രമാണ് കുറ്റക്കാരൻ എന്ന ഓർഗനൈസർ പോലെയുള്ള ഒരു പത്രം പറയുന്നു. അത് കള്ളക്കളിയാണ് സത്യത്തിൽ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം മോഹൻലാലിനെ പിണക്കാൻ താല്പര്യമില്ല ഓർഗനൈസർ RSS. കാരണം മോഹൻലാലിനെ എങ്ങനെയെങ്കിലും RSSന്റെ സംഘപരിവാറിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹം ഇവിടെ പലരും പല ഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പലതരത്തിൽ വന്നിട്ടുണ്ട്. മേജർ രവിയെ പോലെയുള്ള ആളുകൾ പരസ്യമായി BJPയിൽ അംഗത്വം എടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ കുറെ ആളുകളുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇപ്പൊ മല്ലിക സുകുമാരന്റെ കമന്റ് വന്നു. മല്ലിക സുകുമാരൻ, പൃഥ്വിരാജിന്റെ അമ്മ, കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഇതിന്റെ സ്ക്രിപ്റ്റ് എല്ലാവരും വായിച്ചതാണ്. സ്ക്രിപ്റ്റ് വായിച്ചു. സ്ക്രിപ്റ്റ് റൈറ്റർ മുരളി ഗോപി ഏത് സമയത്തും വേണമെങ്കിൽ അത് കറക്ഷൻ വരുത്താൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രിവ്യൂകൾ ഓരോ രംഗവും മോഹൻലാൽ അടക്കം കണ്ടു. മോഹൻലാൽ ഉള്ളതും ഇല്ലാത്തതുമായ രംഗങ്ങൾ അദ്ദേഹം കണ്ടു. ഓരോ ഷോട്ടും എടുത്തു. അതിനെക്കുറിച്ച് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി. പൃഥ്വിരാജും മുരളി ഗോപിയും മോഹൻലാലും അടക്കമുള്ള ആളുകൾ അത് ചർച്ച ചെയ്തു. അതിനുശേഷമാണ് ഈ സിനിമ പൂർത്തീകരിച്ചത്. ഓക്കെ, ഈ സിനിമയിൽ സംഘപരിവാറിനെതിരായ ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. ശരിയായിരിക്കും, എന്താ കുഴപ്പം? സംഘപരിവാറിനെതിരെ പറയാൻ ഈ രാജ്യത്ത് നിയമം അനുവദിക്കുന്നില്ലേ? അതെന്താ, അവരെന്താ വിശുദ്ധ പശുവാണ്? CPM-നെതിരെയും കോൺഗ്രസിനെതിരെയും പറയാമെങ്കിൽ സംഘപരിവാറിനെതിരെയും പറയാം, ഒരു തെറ്റുമില്ല. ഈ രാജ്യത്തെ വംശീയമായി വിഭജിക്കുന്ന ശക്തികൾക്കെതിരെ പറയുക. ഹിന്ദുസ്ഥാനാണ് നമ്മുടെ രാജ്യം എന്ന് പറയുക. അത് ഹിന്ദുവിന്റെ സ്ഥാനമല്ല, ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു രാജ്യമാണ് എന്നുള്ളതാണ്. കേരളത്തിൽ
ഈ വർഗീയ വിഭജനത്തിനു വേണ്ടി ശ്രമിക്കുന്ന സംഘപരിവാറിന് അവർക്ക് കടന്നു കയറാനുള്ള വഴിയൊരുക്കാനുള്ള ഒരു മാർഗമായി എമ്പുരാൻ സിനിമയെ കണ്ടു എന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു സിനിമയെ പറ്റി പെട്ടെന്ന് ഓർഗനൈസറിന് തലവേദന വന്നത്. ഓർഗനൈസർ എന്ന് പറയുന്ന RSSന്റെ മുഖപത്രത്തിന് എങ്ങനെയാണ് തലവേദന വരുന്നത്? എനിക്കറിയില്ല അവർ ഈ സിനിമ കണ്ടിട്ടുണ്ടോന്ന്, അല്ല ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. കണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ കേട്ടത് സുരേഷ് ഗോപി ആദ്യം പറഞ്ഞ സിനിമ എല്ലാവരും കാണണമെന്ന്. BJPയുടെ മന്ത്രിയാണ്, ജോർജ് കുര്യനും പറഞ്ഞു, ഇവിടെ നിന്നുള്ള വേറൊരു മന്ത്രി, ഇതെല്ലാവരും കാണണമെന്ന് പറഞ്ഞു. ഇപ്പോ എന്താ പ്രശ്നം? അത് വെട്ടണം, നീക്കണം, മാറ്റണം. സെൻസർ ബോർഡ് അംഗീകരിച്ചിട്ടില്ലേ സെൻസർ ബോർഡ് ഇറക്കിയത്? സെൻസർ ബോർഡ് 100% അപ്രൂവ് ചെയ്യാത്ത ഒരു സിനിമയും ഒരു തിയേറ്ററിലും കാണിക്കാൻ പറ്റില്ല. സെൻസർ ബോർഡ് കണ്ടതല്ലേ. അപ്പൊ ആരാണ് ഈ സെൻസർ ബോർഡിന് അപ്പുറത്തുള്ള ഒരു സെൻസർ ബോർഡ്? ഇവിടെ സുകുമാരനെ അറ്റാക്ക് ചെയ്യുന്നത് വളരെ കൃത്യമാണ്. പൃഥ്വിരാജ് സുകുമാരന്റെ ഒരു പ്രശ്നം, അദ്ദേഹം പല വിഷയത്തിലും നിലപാടെടുത്തിട്ടുണ്ട് എന്നുള്ളത്. ലക്ഷദ്വീപ് പോലൊരു വിഷയത്തിൽ, അദ്ദേഹത്തിന്റെ ടിയാൻ പോലെ അദ്ദേഹം അഭിനയിച്ച പല പടങ്ങൾ, അദ്ദേഹത്തിന്റെ ജനഗണമന, ഒരുപക്ഷെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമകളിലൊന്നും ജനഗണമനയാണ്. അതിൽ അദ്ദേഹം നിർമ്മിച്ചതല്ല, അദ്ദേഹം സംവിധാനം ചെയ്തതല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ക്യാരക്ടറുകളിലൊന്നാണ് ജനഗണമന. ആളുകളെ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലുകയും തീവ്രവാദികളല്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ചില സിനിമകളാണ്. അപ്പൊ പ്രശ്നം മല്ലിക പറഞ്ഞു തന്നെയാണ്. മല്ലിക സുകുമാരൻ വളരെ വൃത്തിയായിട്ട് പറയുന്നു, പൃഥ്വിരാജിനെതിരായി വളരെ കൃത്യമായ ചില ആസൂത്രണങ്ങളുണ്ട്. ഒരു അമ്മ എന്ന അർത്ഥത്തിൽ അവരുടെ മകന്റെ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നതിനും അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിനും ഒരു തെറ്റില്ല എന്ന് മാത്രമല്ല അവർ ചെയ്യാൻ ബാധ്യതയുണ്ട്. കാരണം അവര് എല്ലാ വിഷയത്തിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ തമാശ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മല്ലിക സുകുമാരൻ പറഞ്ഞ എന്താണ് എന്ന് BJPക്കാർക്ക് ഓർമ്മയുണ്ടാവില്ല. അവിടെയാ പ്രശ്നം. ഞാൻ അവരുടെ ഒരു വീഡിയോ കണ്ടു. ഒരു കാറിൽ ഇരുന്നു കൊണ്ടാണ് അവരെ വീഡിയോ പറയുന്നത്. മോഡി എനിക്ക് വളരെ പ്രധാനപ്പെട്ട ആളാണ്, ഇഷ്ടപ്പെട്ട ആളാണ്. മോഡിക്ക് സഹായിക്കുന്ന ആളുകൾ കേരളത്തിൽ നിന്ന് 20 പേരിൽ പരമാവധി പേർ തിരഞ്ഞെടുക്കപ്പെടണം എന്ന് പറഞ്ഞ ആളാണ്. എന്ന് പറഞ്ഞാൽ BJPയുടെ ഔദ്യോഗിക ഹാൻഡിലിൽ വന്ന് അതിനുവേണ്ടി BJPക്ക് വോട്ട് പിടിച്ച ആളാണ് മല്ലിക സുകുമാരൻ. ആവാം മല്ലിക സുകുമാരൻ ആ നിലപാടുണ്ടാവാം, പൃഥ്വിരാജ് സുകുമാരന് വേറെ നിലപാടുണ്ടാവാം, നാളെ ഇന്ദ്രജിത് സുകുമാരൻ ഇതല്ലാത്തൊരു നിലപാടുണ്ടാവാം, അതിലേക്ക് ഭാര്യമാർക്ക് വേറെ നിലപാടുണ്ടാവാം. അതിനെയാണ് സംഘികളെ ജനാധിപത്യം എന്ന് പറയുന്നത്. വ്യത്യസ്ത നിലപാടുണ്ട്. എനിക്ക് എന്റെ നിലപാട് എന്റെ മകൾക്ക് ഉണ്ടായിക്കൊള്ളണം, ഭാര്യയ്ക്ക് ഉണ്ടായിക്കൊള്ളണം എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ? ഇല്ലല്ലോ, അങ്ങനെയല്ലല്ലോ ജനാധിപത്യം. ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്ത നിലപാടുണ്ടാവാം. അപ്പോ വ്യത്യസ്ത നിലപാടുകൾ പ്രസന്റ് ചെയ്യുകയും അതിനെ ആ അർത്ഥത്തിൽ വിലയിരുത്തുകയും അതിനെ സത്യമായി തന്നെ പറയുകയും ചെയ്യണം. അത് പറയാതെ വ്യക്തിപരമായി ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ ഒരു വൃത്തികെട്ട സങ്കുചിത രാഷ്ട്രീയമുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ മാത്രമല്ല, ഇതിൽ പങ്കെടുത്ത ആളുകൾ മുഴുവൻ ആരോ പറഞ്ഞതുപോലെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അതിൽ ആന്റണി പെരുമ്പാവൂർ മാത്രമാണ് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾ. നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് എല്ലാം എടുത്താൽ. അപ്പോൾ ആ അർത്ഥത്തിൽ പൃഥ്വിരാജിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്താ? ഈ തിരക്കഥ എഴുതിയ മുരളി ഗോപിയെ കുറിച്ച് ഇവർക്ക് അഭിപ്രായമൊന്നുമില്ല. മുരളി ഗോപി വലിയ എഴുത്തുകാരനാണെന്നാണല്ലോ ഇതിന് മുമ്പുള്ള സിനിമകളിൽ പറഞ്ഞിരുന്നത്. ലൂസിഫർ ഇറങ്ങിയ കാലത്ത് ക്രിസ്ത്യൻ സഭകളിൽ ചിലരെങ്കിലും അതിനെതിരെ പറഞ്ഞിരുന്നു. കാരണം ലോകം വാഴുന്നത് ദൈവമല്ല ചെകുത്താനാണ് എന്ന് പറയുന്ന തരത്തിലുള്ള സന്ദേശം അതിലുണ്ട്. അത് നല്ല സന്ദേശമല്ല, അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. ലൂസിഫറിന്റെ സന്ദേശം തെറ്റാണ്, എമ്പുരാന്റെ സന്ദേശം തെറ്റാണ്, ആയിക്കോട്ടെ പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. ഇങ്ങനെയല്ല, അങ്ങനെയാണ് എമ്പുരാൻ വരേണ്ടത്. അതിൽ ഫാക്ച്വലായി ഇന്ന എററുകളുണ്ട്, ഇന്ന കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ വിലയിരുത്താൻ ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട്. അതിന് പകരം ഒരു സിനിമയാകെയല്ല, സിനിമയുടെ ഒരു സംവിധായകനെ ആകെ ഒറ്റപ്പെടുത്തി അറ്റാക്ക് ചെയ്യുക. എന്താ മോഹൻലാലിനെ തൊടാൻ ധൈര്യമില്ലാത്തത്? മോഹൻലാലിനെ തൊട്ടാൽ വേറെ പലർക്കും പൊള്ളും. മേജർ രവിയെ കുറിച്ച് പറഞ്ഞു. മേജർ രവി ഒരു സിനിമ എടുക്കുന്നുണ്ട്, അതിൽ മോഹൻലാൽ പ്രധാന കഥാപാത്രമാണ്. ഏതെങ്കിലും അർത്ഥത്തിൽ മോഹൻലാൽ പിണങ്ങിയാൽ പറ്റില്ല. അപ്പൊ മോഹൻലാലിനെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി സംരക്ഷിക്കണം. ആന്റണി പെരുമ്പാവൂരിനെ സംരക്ഷിക്കണം, മുരളി ഗോപിയെ സംരക്ഷിക്കണം, ഗോകുലം ഗോപാലിനെ സംരക്ഷിക്കണം. എന്നിട്ട് ആകെ കുറ്റക്കാരൻ പൃഥ്വിരാജ് സുകുമാരൻ മാത്രം. ഇത് വളരെ സങ്കുചിതമായ താല്പര്യമുള്ളത് കൊണ്ടാണ്. ഒന്ന്, BJPക്ക് കടന്നു കയറാനുള്ള ഒരു വഴിയായി എമ്പുരാന്റെ എതിരായി ഇത് വരുന്നു. 2, സിനിമയ്ക്കകത്തുള്ള കളികൾ ഇതിനകത്തുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സിനിമയിൽ തന്നെ വലിയ തോതിലുള്ള ഒതുക്കലുകളും മാറ്റലുകളും വെടിവെളികളും കാലുവാരലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ലളിതമായൊരു കാര്യം ചോദിക്കട്ടെ, സിനിമയിലുള്ള ഏത് കാര്യത്തിനെ പറ്റി അഭിപ്രായം പറയുന്ന ഫെഫ്കയും അമ്മയിപ്പെട്ടോ ഒക്കെ എവിടെയുണ്ട്? ഇപ്പോ അവരെന്താ അഭിപ്രായം പറയാത്തത്? അവരല്ലേ അഭിപ്രായം പറയേണ്ടത്, അവർ പറയട്ടെ.
ഇങ്ങനൊരു സിനിമ എടുക്കാൻ അവകാശമുണ്ടോ? സെൻസർ ബോർഡ് അംഗീകരിച്ച ഒരു സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ അവകാശമുണ്ടോ? അവകാശമുണ്ട്. സെൻസർ ബോർഡ് ചെയ്തിട്ട് പിന്നെ വീണ്ടും രണ്ടാമത്തെ സെൻസറിങ് ചെയ്യാൻ ആർക്കാണ് ഇവിടെ അധികാരമുള്ളത്? ഏത് നിയമപ്രകാരമാണ് വീണ്ടും സെൻസർ ചെയ്യുന്നത്? അത് നിയമപരമായി തന്നെ തെറ്റാണ്. അതുകൊണ്ട് ഒരു സിനിമ എടുത്താൽ ആ സിനിമ അതുപോലെ കാണിക്കുക, എന്നിട്ട് വേണ്ട ഒരു ഇവിടെ കേരള സ്റ്റോറി ഇവർ സെൻസർ ചെയ്തില്ലല്ലോ. കേരള സ്റ്റോറി പരമാബദ്ധമായിരുന്നു. കേരള സ്റ്റോറി പരമാബദ്ധമായിരുന്നു, തെറ്റായിരുന്നു അതിലുള്ള മുഴുവൻ. കാശ്മീർ ഫയൽസ് പരമാബദ്ധമായിരുന്നു, അതിവിടെ ആരും കണ്ടൊന്നുമില്ല. അതുപോലെ എന്താണ് വീര സവർക്കർ, ഒരു മനുഷ്യനത് കാണാൻ പോയില്ല. എന്തേ കാണാൻ പോയത്? വീര സവർക്കർ എന്തേ പൊളിഞ്ഞു പോയത്? അതിന്റെ നിർമ്മാതാവ് എന്ന് പറഞ്ഞില്ല, എന്റെ കാശ് പോയി. അപ്പൊ ഞാൻ പറഞ്ഞത്, നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കാണും. അത് വിവാദമുണ്ടാക്കി വർഗീയ വഴികൾ തേടുന്ന രീതി ഒരിക്കലും ശരിയല്ല. ഒറ്റ തിരിഞ്ഞ് പൃഥ്വിരാജ് സുകുമാരനെ എതിർക്കുന്നത് ശരിയല്ല. നമുക്ക് പൃഥ്വിരാജ് സുകുമാരനൊപ്പം നിന്നേ പറ്റൂ. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്, ഭരണഘടനയിലെ മൗലികാവകാശമാണ്.